അതെ, എന്താ നിങ്ങളെ വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. പുറത്തുനിന്ന് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ എൻ്റെ പൊന്നെ ഭയങ്കരമായിട്ട് വൃത്തികേട്. അനക്കാണെങ്കിൽ മുകളിൽ കയറാൻ നല്ല പേടിയുണ്ട്. കുറച്ച് സമയം മേലോട്ടേക്ക് നോക്കിയിട്ട് വേണം ഇതെല്ലാം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പേടിച്ച് നിന്നിട്ട് കാര്യമില്ല, ഇതെല്ലാം ആര് വൃത്തിയാക്കി തരും? പിന്നെ രണ്ടും കൽപ്പിച്ചിട്ട് ഞാനങ്ങ് കയറി. ഇതിൻ്റെ സൈഡിലൊക്കെ നല്ലോണം മറലൊക്കെ ഇട്ടിട്ടുണ്ട്. വീട്ടിൻ്റെ അകത്താണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അത് കാണുമ്പോൾ കൈയോടെ അത് വൃത്തിയാക്കും. പുറത്ത് പിന്നെ അതിനായിട്ട് തന്നെ ഇറങ്ങണം. ഉള്ളിൽ നിന്ന് പിന്നെ എനിക്കിങ്ങനെ ടൈം ദിവസം അങ്ങനെയൊന്നുമില്ല കേട്ടാ. കാണുന്നതിന് ഞാൻ അങ്ങ് വൃത്തിയാക്കലാണ്. മടി പിടിച്ചിരുന്നാൽ എൻ്റെ റബ്ബേ ഒരു പണിയും നടക്കൂല. ഒരാളെ മൊത്തത്തിൽ നശിപ്പിക്കുന്നൊരു സാധനം ഉണ്ടെങ്കിൽ അത് മടി തന്നെയാണ്. പിന്നെ രാവിലെ ചെയ്യുന്ന എല്ലാ ജോലിയിലും നല്ല ബർക്കത്താണ്. ബർക്കത്ത് മാത്രമല്ല, നമ്മളെ വീടിനും നമ്മളെ ശരീരത്തിനും എന്താ പറയുക, മനസ്സിന് പോലും നല്ലൊരു ഉന്മേഷം കിട്ടും ആ രാവിലെ ചെയ്യുന്ന എല്ലാ ജോലിക്കും. രാവിലെ ഓരോ ജോലിയും എടുക്കാൻ തുടങ്ങിയാൽ ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് തീർക്കാൻ പറ്റും. മറ്റേത് അങ്ങനെയല്ല, പിന്നെ പണി എടുത്തിട്ട് തീരൂല. സത്യത്തിൽ ഇതൊന്നും എനിക്കങ്ങ് കയ്യെത്തൂല. ഇതാണെങ്കിൽ നീളവുമില്ല ഈ മറല തട്ടുന്ന സാധനം. പിന്നെ സ്റ്റൂളിൻ്റെ മേലെ കയറിയിട്ടും പിന്നെ സ്റ്റൂള് പിടിക്കാനും ആൾ വേണ്ടേ. അങ്ങനെയാണ് ഈ പുറത്തതെല്ലാം കുറച്ച് നിന്ന് പോയത്. അങ്ങനെ എല്ലാം കൂടി ഞാൻ ഇന്ന് രാവിലെ തന്നെ ഇറങ്ങി.
പപ്സും പിന്നെ ഇന്ന് കുറച്ച് അധികം ടൈം തന്നെ എനിക്ക് പകൽ കിട്ടിയിട്ടുണ്ട്. അന്നേരം ഞാൻ എന്ത് ചെയ്യാന്നറിയാവുക, വെറുതെ ഇരിക്കണ്ടല്ലോ. വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നല്ല ബോറടി ഉണ്ടാവുക. അങ്ങനെ ഞാൻ എന്ത് ചെയ്തേ, രാത്രിക്കുള്ള ബട്ടർ ചിക്കൻ ഉണ്ടാക്കി വെച്ച്. രാത്രി പിന്നെ ചോറ് കഴിക്കൂലല്ലോ, രാത്രി ഇങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഉണ്ടാക്കുക. പിന്നെ 2 ദിവസം എൻ്റെ മോള് പറയുന്നത്, ഉമ്മ നമുക്കിന്ന് ബട്ടർ ചിക്കനും പൊറോട്ട ഉണ്ടാക്കിയാലോ എന്ന്. പൊറോട്ട പിന്നെ രാത്രി ഞാൻ ചുടാൻ നിൽക്കും, വൈകുന്നേരം കുഴച്ച് വെച്ചിട്ട് പിന്നെ രാത്രിയാകുമ്പോൾ ചുടും. ഇശാസ്കാരെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെയാണ് കിച്ചണിലേക്ക് ഇറങ്ങും. ഇത് പിന്നെ വൈകുന്നേരം ഞാൻ കുറച്ച് മുട്ട പപ്സാണ് ഉണ്ടാക്കുന്നത്. എന്താ പറയുക, ആൾ കുറച്ച് പഴയതാണ്, എന്നാലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ആ ഒരു തൊലി തന്നെ കഴിച്ചാൽ മതി. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയാറ്? പെട്ടിപ്പത്തിരി, മുട്ടപ്പത്തിരി അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നല്ലേ. നമ്മൾ മുട്ട പപ്സ് എന്നാണ് പറയാറ്. എണ്ണയിൽ പൊരിക്കുന്ന നല്ല ടേസ്റ്റ് അല്ലേ. ഇതിൻ്റെ തൊലി തന്നെ കഴിച്ചാൽ മതി. എൻ്റെ പൊന്നേ എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ. അങ്ങനെ മഗ്‌രിബ് ഇശാ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതാ വീണ്ടും കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കൂടുതലായിനാ